വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ആഫ്റ്റർ കോളേജ് വ്ളോഗാണ്. ഏകദേശം 2-3 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. അത് ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. ഞാൻ ഈ വ്ളോഗ് എടുത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഉച്ചയ്ക്ക് മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ വീട്ടിലേക്കല്ല പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു മന്ത് 2-3 കല്യാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മൽ, മാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാവക്കാടാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഓരോരോ മോഡൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം കൂടെ കണ്ടപ്പോൾ ഏതെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ നമുക്ക് കോഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളർ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഡ്രസ്സിൽ കാണുന്നുണ്ടെങ്കിൽ തലേ ദിവസത്തിന് ഒരു ഗോൾഡൻ കളറും അന്നത്തേക്ക് ഒരു ഓഫ് വൈറ്റ് ആ ഒരു കളറാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ട് അങ്ങനെ കമ്മലിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടികളൊക്കെ നോക്കാട്ടോ. ചുട്ടിയൊക്കെ ഞാൻ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ല. ഞാൻ പോയ കടയിലാന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കളറ് ചുട്ടി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത കമ്മലുകളൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തട്ടൊക്കെ കുതിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചുട്ടിയും കമ്മലൊക്കെ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കമ്മല്. ഇതൊക്കെ എനിക്ക് മാത്രമായിട്ടുള്ള കമ്മലുകളല്ല കേട്ടോ. എനിക്കും എൻ്റെ സിസ്റ്റേഴ്സിനും, എനിക്ക് 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ എനിക്കും അവർക്കും വേണ്ടിയിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ ഇതൊക്കെ. ഈ പർച്ചേസിങ്ങിന് ഞാൻ ഒറ്റക്കല്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ സിസ്റ്റേഴ്സും അതേപോലെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളത് അപ്പുറത്ത് നോക്കുന്നുണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് ഞങ്ങൾക്കുള്ളത് നോക്കാം. ഞാൻ പോയ കടയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും അതേപോലെ തന്നെ റേറ്റ് ഒക്കെ നല്ല അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കമ്മലും സംഭവങ്ങളൊക്കെ കിട്ടി. ഈ ഒരു കമ്മലുകളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഓഫ് വൈറ്റിൽ വരുന്നത്. പിന്നെ ഞങ്ങൾ റിങ്സിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് മോതിരം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോസ്മെറ്റിക്സിന്റെ സെക്ഷനിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് മോയ്സ്ചറൈസർ, ഐലൈനർ, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ സിസ്റ്റർക്കുള്ള വള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എനിക്ക് മടുക്കാത്തൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് എത്ര നേരം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മളവിടുന്ന് ബില്ല് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടിയോണ്ട് തന്നെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ചെരുപ്പെടുക്കാൻ പോയ ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ കണ്ടു പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഗ്രൂമിനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ചെരുപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് നോക്കാനാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. എനിക്കാണെങ്കിൽ വർക്കില്ലാത്ത ടൈപ്പാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എനിക്കും ഉമ്മാക്കും സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് ചെരുപ്പ് എടുത്തിട്ടുണ്ട്. കുറേ നേരം ഷോപ്പിങ്ങിന് പോയതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പിന്റെ വിളികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു അൽഫാമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ സ്നാക്സ് ഒക്കെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കഴിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്യിക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാറിൽ കയറി അപ്പൊ തന്നെ അതൊക്കെ പൊട്ടിച്ചിട്ട് ഓരോന്ന് അകത്താക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു എഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പൊട്ടാറ്റോ അതിന്റെ ഒക്കെ ഫ്ലേവർ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഏകദേശം 2:30-3 മണി ആ ഒരു ടൈം ആകുമ്പോഴാട്ടോ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ നല്ല തലവേദനയായിട്ടാട്ടോ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ യൂണിഫോം പെട്ടെന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം ആ ഒരു കോൺസെപ്റ്റിലാട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ. ബാക്കി വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ടീഷർട്ട് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ടീഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റുഡിയോന്നാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് ഓണാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഫി ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ജേർണലിംഗ് ചെയ്യാന്ന്. ഞാനാണെങ്കിൽ ഇപ്പൊ ഓരോരോ വീഡിയോസിലായിട്ട് ജേർണലിംഗ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പേജസ് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ഫ്ലിപ്പ് ത്രോ ഒക്കെ എടുക്കാൻ. അതിന് ഇനിയും കുറെ പേജസ് ഒക്കെ ബാക്കിയുണ്ട്. പിന്നെ ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ടാട്ടോ എന്റെ സൗണ്ട് ഒരു അടഞ്ഞ പോലെ. വീഡിയോന്റെ ഫസ്റ്റ് പോർഷനിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഞാൻ മിനിസോ തീമിലുള്ള ജേണലാട്ടോ ചെയ്യുന്നത്. ഡ്രസ്സിൽ കുറെ മോഡൽസ് ഒക്കെ തപ്പിയെങ്കിലും ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ അവിടുന്ന് കിട്ടിയ ബില്ലും അതേപോലെ അവിടുന്ന് എടുത്ത പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്ത് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഐക്യ തീമിൽ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഐക്യയിൽ കയറണം എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ഒരു
ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അബുദാബിയിൽ പോയപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു തീം വെച്ചിട്ട് ജേർണലിംഗ് ചെയ്യാം. അത് ഒരു സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേണ്ട സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് അവിടെ ഇവിടെ കയറ്റി ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു വ്ളോഗ് ഞാൻ കുറെ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ടൈമൊക്കെ കിട്ടിയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയത്. ഇനിയും ഇതുപോലത്തെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്യാം. അങ്ങനെ സംസാരിച്ച് നമ്മുടെ ജേർണലിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാൻ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യൂട്ടോ. ആൻഡ് ദിസ് വാസ് ദ ഫൈനൽ ലുക്ക്. ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക്. ഇത് കഴിഞ്ഞു വന്നപ്പോൾ നല്ല അടിപൊളി പിൻട്രസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ. പിന്നെ ഇനി മുതൽ നമുക്ക് വീക്കിലി 3 ലോങ് വീഡിയോസും പിന്നെ പറ്റണ പോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇനി മുതൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ഇതുവരെ ചെയ്തതിന്റെ ചെറിയൊരു ഫ്ലിപ്പ് ത്രോ ആണ് കേട്ടോ കാണിക്കണത്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പുതിയ ജേർണൽ തീംസ് ഒക്കെ ട്രൈ ചെയ്യണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് നിസ്കാരമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യൂണിഫോം അയൺ ചെയ്യാനാട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് യൂണിഫോം ഒക്കെ അയൺ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ തേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് ഒരു 10-11 മണി ആ ഒരു ടൈം ആകുമ്പോഴാട്ടോ ഞാൻ കിടന്നുറങ്ങല്. പിന്നെ എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴാട്ടോ ഓർമ്മ വന്നത് ടൈം ടേബിൾ നോക്കിയിട്ടില്ലാന്ന്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്നത്തേക്കാൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എന്നത്തെയും പോലെ ബ്രഷ് ചെയ്യും, പിന്നെ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യും. പ്രത്യേകിച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ ചെയ്തിരുന്നു, പിന്നെ ഇപ്പൊ ഒക്കെ കണക്ക് തന്നെയാണ്. ഈ ഫേസ് വാഷ് ഞാൻ ഡെയിലി യൂസ് ആക്കലൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോ യൂസ് ആക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാത്തപ്പോ പിന്നെ വെറുതെ മുഖം കഴുകിയിട്ട് പോരും. എന്തായാലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടൈം ടേബിൾ നോക്കാനായിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ടൈം ടേബിൾ നോക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ടൈം ടേബിൾ നോക്കിയേക്കാന്ന്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാഗിൽ. ഇതിനെ വേണമെങ്കിൽ വാട്സ് ഇൻ മൈ ബാഗ് എന്നൊക്കെ പറയാട്ടോ. പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബാഗൊക്കെ ആ ഒരു പേസ്റ്റൽ കളറിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പൗച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കാര്യമായിട്ടൊന്നും വെച്ച് കൊടുക്കലില്ല. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ കുട മുഖ്യം. അപ്പോൾ അതുകൊണ്ട് കുട ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് കേട്ടോ ബാഗിൽ വെക്കാനുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സും കൂടെ വെക്കണം. അങ്ങനെ ബാഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി പോയിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് മാഗി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡി ആവുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ ലേറ്റ് ആവും. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലേക്ക് പോവാണ്. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാട്ടോ നമ്മൾ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കോളേജിലേക്ക് എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.